Hey guys, welcome back to your dreams. നിങ്ങൾ സ്വന്തം വിഷ്വലായതൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം UK-ൽ ന്യൂ പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റം നിലവിൽ വന്നു എന്ന്. അപ്പോൾ ഇതിൻ്റെ പോയിൻറ്റ്സ് ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പോയിൻറ്റ്സിൻ്റെ ക്ലാരിറ്റി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയൊരു അപ്ഡേറ്റും കൂടി ഈ പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ ഒരു അപ്ഡേറ്റും കൂടി പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. കാരണം ഒരുപാട് നമ്മുടെ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന പല രാജ്യങ്ങളിലുണ്ട്. അതിലൊരു രാജ്യമാണ് UK. അപ്പോൾ UK-ലേക്ക് ഉള്ള പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റം അത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതുകൊണ്ട് മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദയവ് ചെയ്ത് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് റിപ്ലൈ ഞാൻ തരാൻ വേണ്ടി ശ്രമിക്കാം. അതേപോലെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഒരുപാട് ഗുഡ് സൈൻസ് വരുന്നുണ്ട്. കാരണം സെപ്റ്റംബർ ഇന്ത്യയിലേക്ക് പോകാൻ ഇരിക്കുന്ന കുട്ടികൾ കുറച്ച് പേടിച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. കാരണം സെപ്റ്റംബർ ഇന്ത്യക്ക് നടക്കുമോ, ഇനി പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരുമോ എന്നെല്ലാം. ഇപ്പോൾ ഒരു UK-ന്ന് ലണ്ടൻ ഏരിയയിൽ ലോക്ക്ഡൗൺ ഏരിയയിൽ നിന്ന് ഇപ്പോൾ ലാസ്റ്റ് 24 hours ഒരു കേസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ലണ്ടനിലെ ഡെത്ത് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. അത് പോസിറ്റീവ് സയൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളുടെ ജനജീവിതം പഴയ രീതിയിലോട്ടായി മാറിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ UAE-യിൽ നിന്ന് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു, ഇൻ്റർനാഷണൽ സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നു എന്ന ന്യൂസ് വരുന്നു. അതേപോലെ തന്നെ ഇറ്റലിയിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ അവർ വെൽക്കം ചെയ്യാൻ റെഡിയായിരിക്കുന്നു എന്നൊരു പോസിറ്റീവ് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പോസിറ്റീവ് ന്യൂസാണ്. സെപ്റ്റംബർ ഇന്ത്യയിലേക്ക് ഓഫർ ലെറ്റർ എടുത്തിട്ടുള്ള കുട്ടികൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് ആ ഇന്ത്യക്ക് നടന്നില്ലെങ്കിൽ കൂടി ഇന്ത്യക്ക് ഡെഫർ ചെയ്ത് ജനുവരിയിലേക്ക് നിങ്ങൾക്ക് ആക്കാനായി കഴിയും. അതുകൊണ്ട് തന്നെ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. IELTS ഇല്ലാത്ത കുട്ടികളായിരിക്കും കൂടുതലും സെപ്റ്റംബർ ഇന്ത്യയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ജനുവരിയിൽ ഒരു കോമ്പറ്റീഷൻ വരാനുള്ള ചാൻസ് നമ്മൾ ഓൾറെഡി വീഡിയോയിലൂടെ പറഞ്ഞു. അത് ഒരിക്കലും മറച്ചു വയ്ക്കാനാവാത്ത കാര്യമാണ്, അതൊരു ഫാക്റ്റാണ്. അത് കാരണം കുറച്ച് സീറ്റുകളും അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരും അതിൽ ക്വാളിറ്റി ഉള്ളവരും ക്വാളിറ്റി ഇല്ലാത്തവരും വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ നമ്മൾക്ക് വീഡിയോയിലോട്ട് കടക്കാം. പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റത്തിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് എന്താണെന്ന് നോക്കാം. ബ്രെക്സിറ്റ് നടന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ബോറിസ് ജോൺസൺ PM ആയി. അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ PSW പോലുള്ള ചരിത്രപ്രധാനമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ പുനരാരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ പഴയ ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ കൂടുതലും യൂറോപ്യൻസിനെ ആയിരുന്നു അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂറോപ്യൻസിന് UK-ലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ആ പഴയ ഇമിഗ്രേഷൻ സിസ്റ്റത്തിനെ ചവിട്ടുകൊട്ടയിലാക്കി പുതിയ പോയിന്റ് ബേസ്ഡ് സിസ്റ്റമാണ് ബോറിസ് ജോൺസൺ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് വളരെ കൈയടി നേടി. അത് റീസെൻ്റ്ലി പാർലമെൻറ്റിൽ അത് പാസ്സായി. അതാണ് എനിക്ക് പറയാനുള്ള അപ്ഡേറ്റ്. അതുകൊണ്ട് തന്നെ ഈ അപ്ഡേറ്റ് പാസ്സായതുകൊണ്ട് ജനുവരി 21 ശേഷം യൂറോപ്യൻസ് UK-ൽ നിന്ന് പോകുന്നതോടുകൂടി ഒരുപാട് വേക്കൻസീസ് അവിടെ ഒഴിവരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റത്തിലൂടെ തന്നെ നമ്മൾക്ക് ജനുവരി ഇന്ത്യയിൽ മുന്നേ പോയ സ്റ്റുഡൻസിന് വളരെ ഉപകാരപ്രദമാകാൻ പോകുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പോയിൻറ്റ്സ് എങ്ങനെയാണ് വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പോയിന്റ് ബേസ്ഡ് സിസ്റ്റം ടേബിൾ നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഇതിൽ വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമുക്ക് വേണ്ടത് 70 പോയിൻറ്റ്സ് ആണ്. അതിൽ 50 പോയിൻറ്റ് മാൻഡേറ്ററി ആയിട്ട് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. നമുക്ക് പോയിന്റ് ബേസ്ഡ് ടേബിൾ സിസ്റ്റത്തിനെ കൂടുതലായിട്ട് നമുക്ക് വിശകലനം ചെയ്യാം. പോയിന്റ് ബേസ്ഡ് ടേബിൾ സിസ്റ്റം ഞാൻ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ കഴിയും. ഇത് ഓഫർ ഓഫ് ജോബ് ബൈ അപ്രൂവ്ഡ് സ്പോൺസർ, അതായത് അപ്രൂവ്ഡ് സ്പോൺസറിൻ്റെ നിന്ന് നിങ്ങൾക്കൊരു ജോബ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു 20 പോയിൻറ്റ് കിട്ടും. ഈ അപ്രൂവ്ഡ് സ്പോൺസർ കണ്ടുപിടിക്കുന്ന അതിനൊരു ലിസ്റ്റും കാര്യങ്ങളുണ്ട്. അത് gov. നമ്മുടെ UK-യുടെ വെബ്സൈറ്റിനകത്ത് തന്നെ കിട്ടും. അതിനകത്ത് ഡീറ്റെയിൽസ് ഞാൻ ലിങ്ക് താഴത്ത് കൊടുക്കാം. നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കയറി ചെക്ക് ചെയ്യുക. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ജോബ് അറ്റ് അപ്രോപ്രിയേറ്റ് സ്കിൽ ലെവലാണ്. ഇത് നമ്മളൊരു കോഴ്സ് എടുത്തു, ഇപ്പോൾ എൻജിനീയറിംഗ് ആയിക്കോട്ടെ. അപ്പോൾ ഈ സ്കിൽ ലെവൽ മീൻസ് എൻജിനീയറിങ്ങിൽ തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ത്രൂ നമുക്കൊരു വർക്ക് പെർമിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഈ പോയിന്റ് നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു എൻജിനീയറാണ്, ഇപ്പോൾ നമ്മളൊരു മാനേജ്മെൻറ്റ് കമ്പനിയിൽ ഒരു മാനേജറാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ സ്കിൽ ലെവൽ മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പം നിങ്ങൾ അതേ ജോബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റും. ഇതിനൊരു കൺഫ്യൂഷൻ കൂടിയുണ്ട്. അതിന് ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക്
നമ്മൾ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ക്ലാരിറ്റി വരുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മളുടെ വീഡിയോയിലൂടെ തന്നെ നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പിന്നെ സ്പീക്സ് ഇംഗ്ലീഷ് അറ്റ് റിക്വയർഡ് ലെവൽ, ആവശ്യമായ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആവുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് നമുക്ക് ഉണ്ടായിരിക്കണം. ഏറ്റവും ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS നമുക്കൊരു 4.5 തൊട്ട് ഒരു മുകളിലേക്ക് എത്രയാണ് വെച്ച് കഴിഞ്ഞാലും വളരെ ഉപകാരമാണ്. ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 20+20 ഒരു 10, ഇതാണ് ഞാൻ പറഞ്ഞത് മാൻഡറ്ററി ആയിട്ടുള്ള 50 പോയിൻ്റ്. ഇതാണ് ഈ പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഈസി ആയിരിക്കും. ഈ പോയിൻ്റ് ടേബിൾ അല്ലാതെ തന്നെ ഇതിൽ 3 വിസ കാറ്റഗറീസ് ഈ പോയിൻ്റ് ബേസ് സിസ്റ്റത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അത് NHS വർക്കേഴ്സിനും അതേപോലെ തന്നെ ഫാസ്റ്റ് ട്രാക്ക് വിസ പരിപാടിയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ വരുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് അതുപോലെ കുറച്ച് വേറെ എസെൻഷ്യൽ പ്രൊഫഷണൽസിനും ഈ പോയിൻ്റ് ബേസ് സിസ്റ്റത്തിനൊരു ഓഫർ ലെറ്ററോ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അവർക്ക് അതൊന്നും ഇല്ലാതെ തന്നെ നേരിട്ട് ഈ പോയിൻ്റ് ബേസ് സിസ്റ്റം യൂസ് ചെയ്ത് തന്നെ അപ്ലൈ ചെയ്യാം. ഈ ഓഫർ ലെറ്ററിൻ്റെ കാര്യവും ഒന്നുമില്ല. അവർക്ക് അവരുടെ PhDയും കാര്യങ്ങളും അതേപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണെങ്കിൽ NHS എന്നുള്ള ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കവിടെ ഈ പോയിൻ്റ് ബേസ് സിസ്റ്റം കൂടി നമുക്ക് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും ഒരു ഓഫർ ലെറ്റർ ഇല്ലാതെ. പിന്നെ ഞാൻ രണ്ടാമത്തെ പറഞ്ഞ കാര്യം സ്കിൽ ലെവലുള്ളത് ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് പ്രകാരമുള്ള സ്കിൽ ലെവലായിരിക്കണം. അല്ലാതെ നമ്മളിപ്പോൾ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് പ്രകാരമില്ലാത്ത സ്കിൽ ലെവൽസ് ആണെങ്കിൽ അവിടെ അതിന് വാല്യൂ ഇല്ലാതാവും. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്ന പിള്ളേരുടെ അതെല്ലാം നമ്മൾ പറയാറുള്ളതാണ്, നിങ്ങൾ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് നോക്കിയിട്ട് കോഴ്സുകൾ ചൂസ് ചെയ്യുക. കാരണം അവിടെ സെറ്റിൽ ആവാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് പ്രകാരമുള്ള കോഴ്സുകൾ എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പോയിൻ്റ് ബേസ്ഡ് സിസ്റ്റത്തിലൂടെ തന്നെ നമുക്കവിടെ ഒരു വർക്ക് പെർമിറ്റ് ഈസി ആയിട്ട് നേടിയെടുക്കാനായിട്ട് അവിടെ സെറ്റിൽ ആവാനായിട്ട് നമുക്ക് കഴിയും. ഇപ്പോൾ നമുക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള 50 പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൂടെ നമുക്ക് ഈസി ആയിട്ട് കിട്ടില്ല, അതാണ് മാൻഡേറ്ററി ആയിട്ടുള്ള സംഭവം. അപ്പോൾ അത് നേടിയെടുക്കണം. ബാക്കിയുള്ള 20 പോയിൻറ്റ്സ് നമുക്ക് ഈസി ആയിട്ട് കിട്ടാവുന്നതാണ്. ഒരു 25,000 പൗണ്ടിന് മേലെ സാലറി ഉണ്ടെങ്കിൽ നമുക്ക് 3 ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് പ്രകാരമുള്ള ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ 10 പോയിൻ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ 10 പോയിൻ്റ് നമ്മൾക്ക് കിട്ടും. എക്സ്ട്രാ നമ്മൾ എന്തെങ്കിലും ഡിഗ്രിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 10 പോയിൻറ്റും കൂടി ഈസി ആയിട്ട് കിട്ടും. PhD പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കൊരു 10 പോയിൻറ്റും കൂടി കിട്ടും. അങ്ങനെ നമുക്കൊരു 70 പോയിൻ്റ് ആക്കി നമുക്കൊരു PR നമ്മൾക്ക് UK നേടിയെടുക്കാനായിട്ട് കഴിയും. അതേപോലെ ഈ പോയിൻ്റ് ബേസ് ഇമിഗ്രേഷൻ സിസ്റ്റം ഇവർ ഓസ്ട്രേലിയൻ സ്റ്റൈലാണ് നമ്മൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓസ്ട്രേലിയക്ക് പോകാൻ കഴിയുന്നവർക്കും ഏകദേശം UK ഇതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ ഒരു നോളേജ് ഉള്ള എല്ലാവർക്കും ഇത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ വീഡിയോ നമ്മൾ സമർപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഈ വരാൻ പോകുന്ന ഒരുപാട് സ്കിൽസ് ഉണ്ട് ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലും. അതുപോലെ ഒരുപാട് ട്രൈ ചെയ്യുന്നവരുണ്ട്. നമുക്കറിയാം, നമ്മൾ പേഴ്സണലായിട്ട് ഒരുപാട് ഗ്രൂപ്പുകളിൽ പല ആൾക്കാരും വെൽഡേഴ്സ്, പ്ലംബേഴ്സ്, ഇലക്ട്രീഷ്യൻസ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്കും ഈ പോയിൻ്റ് ബേസ് സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് UK ഒരു PRO അല്ലെങ്കിൽ ഒരു വർക്ക് പെർമിറ്റോ ഈസി ആയിട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ അസിസ്റ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ആയിട്ട് ബന്ധപ്പെടുക. അതേപോലെ തന്നെ നമ്മളുടെ വീഡിയോ നിങ്ങൾ ഒരിക്കലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് ഇൻസ്റ്റന്റ് റിപ്ലൈക്കായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.